ഹലോ, ഇന്ന് നമ്മൾ വീട്ടിൽ തെരളി ഉണ്ടാക്കാൻ പോവാണ്. തെരളിന്നും വയണയിലപ്പൂ എന്നൊക്കെ പറയും. പല നാട്ടിലും ചിലപ്പോൾ പല പേരിലായിരിക്കും ഇത് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് വയണയിലയാണ്. വയണയില പിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലാണ് പോയത്. നമുക്ക് നിറച്ച് വയണയില കിട്ടിയിട്ടുണ്ട്. ഇതിന് കഴുകി നന്നായി വൃത്തിയാക്കി എടുക്കണം. വയണയപ്പം ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ 1 കിലോ അരിപ്പൊടി എടുത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കണം. ഒത്തിരി വറുക്കണ്ട, ചെറിയ ചൂട്, മൊത്തത്തിലൊരു ചൂടായാൽ മതി. അരി വറുത്ത് പൊടിച്ച് വാങ്ങി വെച്ചതിന് ശേഷം ഒരു 3/4 കിലോ ശർക്കര എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് ചീകിയിടണം. അരിപ്പൊടി വറുത്ത് വെച്ചതിന് ശേഷം ശർക്കര ചീകിയത് പാനിയാക്കുന്നത് ഇതിനകത്തെ അഴുക്ക് മൊത്തം പോകാനും. ശർക്കരയ്ക്കകത്ത് ഭയങ്കര അഴുക്കാണ്. പൊടിച്ചെടുത്ത ആ പാനി ആവശ്യത്തിന് കുറേശ്ശെ പൊടിയിലോട്ട് വയ്ക്കും. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 3 ചെറിയ പഴം, പാളയന്തോടൻ പഴം ഇതിനകത്ത് അരിഞ്ഞിടണം. നാല് ചെറിയ പഴം അരിഞ്ഞിട്ട് അതിന് ശേഷം ഒരു 3/4 മുറി തേങ്ങ ചിരവിയത് ഇതിലിടണം. ഇതിലിട്ടതിന് ശേഷം പഴവും എല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഞെവിടണം. എന്നാലേ ഈ പൊടിയെല്ലാം സെറ്റായി വരും. നന്നായി ഇളക്കണം. തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് ഒരു 5-6 ഏലക്ക പൊടിച്ചിടണം. ഏലക്ക പൊടിച്ചിട്ടതിന് ശേഷം ഈ വയണയപ്പത്തിനൊരു മയം വരാൻ വേണ്ടി 1 സ്പൂൺ നെയ്യോടിട്ട് കുഴയ്ക്കണം. നന്നായി കഴുകി വെച്ചിരിക്കുന്ന ഇല എടുത്തതിന് ശേഷം ഈ അരിപ്പൊടി മൊത്തത്തിൽ മിക്സ് ചെയ്തത് 5 മിനിറ്റിൽ കൂടുതൽ ഒന്ന് സെറ്റാകാൻ വെച്ചിരുന്നു. അതിന് ശേഷം ഇല എടുത്തതിന് ശേഷം ഈ മിക്സായ മാവ് ഈ രീതിയിൽ ഒരു പീസ് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കണം. ഇല ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഒന്നുകൂടി മടക്കിയതിന് ശേഷം ഒരു പീസ് കൂടെ വയ്ക്കണം. ഒരു പീസാവും. ഒരു ഇലയിൽ 2 പീസ്. ഇതിൽ ഈർക്കിലിൻ്റെ ആവശ്യമില്ല. ചിലർ ഈർക്കിലിങ്ങനെ കുരുത്തുവെച്ച് മാല പോലെ ആക്കും. പക്ഷേ ഈർക്കിൽ വേണ്ട. ഇതിൻ്റെ ഞെട്ട്, ഇതാണ് ഞെട്ട്. ഈ ഞെട്ട് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുരുത്ത് വയ്ക്കും. ഇതിന് വയണയപ്പമെന്നും കുമ്പിളപ്പമെന്നും പറയും. ചില നാട്ടിൽ ഇതാണ് കുമ്പിളപ്പം. ഇങ്ങനെ എടുത്തിട്ട് മാവിതിൽ വയ്ക്കും. മാവിതിൽ വെച്ചതിന് ശേഷം ഇതിൽ ഈർക്കിൽ കൂട്ടും. ഇതിന് കുമ്പിളപ്പം എന്ന് പറയും.
ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം, 1/4 ഭാഗം വെള്ളം വയ്ക്കണം. അതിന് ശേഷം ഇഡ്ഡലി തട്ട് ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന തെരളി, വയണയപ്പം തെരളി പല രീതിയിൽ അതിന് പേര് പറയും, ഓരോന്നായി ഇറക്കി വയ്ക്കണം.